ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ ബേസിക് ഫോഴ്സസ്. നമ്മൾ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് പഠിച്ചു. അപ്പോൾ ഈ 4 ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻസിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്, 4 പേർക്കും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ 4 ഫോഴ്സസിന് അല്ലെങ്കിൽ 4 ഇൻട്രാക്ഷൻസിനെയും നമുക്ക് ഇക്വാലൻ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു ജൂഡോ പ്ലെയർ, അതുപോലെ ഒരു വേറെ ബോക്സിംഗ് പ്ലെയർ, അങ്ങനെ 2 പേര് 2 സ്പോർട്സ് ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ ആ 2 സ്പോർട്സ് ഫീൽഡിലുള്ള ആളുകളെ നമുക്ക് കമ്പയർ ചെയ്യുക, അവരുടെ ലെവൽ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. എന്ന് വെച്ചാൽ ഒരേ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഒരേ കാര്യങ്ങൾ ഇക്വാലൻ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. രണ്ട് പേര് ഡിഫറെൻറ്റ് ഫീൽഡിലാവുമ്പോൾ നമുക്ക് അവരുടെ ലെവൽ കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. 4 ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻസും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഇൻട്രാക്ഷൻസാണ്. അപ്പോൾ അവരെ ഈക്വാലൻ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കേസസ് നമുക്കിവിടെ നോക്കാം. അതിൽ ആദ്യം പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ദ പ്രോട്ടോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം ഈസ് അബൌട്ട് 10⁻39 ടൈംസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. അതായത് ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ എന്നുള്ളത് ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനേക്കാളും 10⁻39 ടൈംസ് ഗ്രേറ്റർ ആണെന്ന്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 10⁻39 ടൈംസ് ഗ്രേറ്റർ ആണ്. അപ്പോൾ അതേപോലെ 2 പ്രോട്ടോൺസ് എടുക്കുകയാണെങ്കിൽ 2 പ്രോട്ടോൺസ് തമ്മിൽ ഇതേ റേഷ്യോ നോക്കുമ്പോൾ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ 2 പ്രോട്ടോൺസ് ആൻഡ് ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ 2 പ്രോട്ടോൺസ്, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതേപോലെ റേഷ്യോ എടുക്കുമ്പോൾ അത് 10⁻36 ആണ് വരുന്നത്. അതുപോലെ ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണും അത് തമ്മിലുള്ള ഇതുപോലെയുള്ള ഇതേ റേഷ്യോ നോക്കുന്ന സമയത്ത് അത് 10⁻42 ആണ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് എ പോസിട്രോൺ ഈസ് 10⁻42 ടൈംസ് ഗ്രേറ്റർ ദൻ ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദം ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 കേസിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ എന്നുള്ളത് സെയിം ആണ്, പക്ഷേ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷനാണ് വേരി ചെയ്യുന്നത്. അതിന് കാരണം ഡ്യൂ ടു ദ വേരിയേഷൻ ഇൻ ദ മാസസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ മാസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ മാസ് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ വാരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 3 കേസിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ എന്നുള്ളത് സെയിം ആണ്. അതുപോലെ വേറെ ഒരു കേസ് നോക്കാം. അവിടെ പറയുന്നത് ഒരു ഡ്യൂട്ടീരിയം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോട്ടോണും ന്യൂട്രോണും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുക്കേണ്ടി വരും. അവർ തമ്മിലുള്ള സ്ട്രോങ് ഇൻട്രാക്ഷനെ ഓവർകം ചെയ്തിട്ടാണ് നമുക്കവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡ്യൂട്ടീരിയം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴി ടൈറ്റായിട്ട് ബോണ്ടായിട്ടാണ് അവരിരിക്കുന്നത്. അപ്പോൾ അവരെ 2 പേരെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന എനർജി ഏതാണ്ട് 2 MeV ആണ്. എന്നാൽ ഇതേ സമയത്ത് 2 ആറ്റംസിനെയാണെങ്കിൽ, അതായത് ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴി, അതായത് അവർക്കിടയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും, ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് 2 ആറ്റംസ് ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ 2 ആറ്റംസിനെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ അവിടെ നമ്മൾക്ക് കൊടുക്കേണ്ട എനർജി എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പോൾ നേരത്തെ കേസിൽ 2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വെച്ചിട്ടാണ് ഒരു ഡ്യൂട്ടീരിയം ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണും ന്യൂട്രോണും സെപ്പറേറ്റ് ചെയ്തത്. ഇവിടെ ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിലുള്ള 2 ആറ്റംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ 2 ഇലക്ട്രോൺ വോൾട്ടാണ് ഉപയോഗിച്ചത്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, ഡ്യൂട്ടീരിയം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രോണും പ്രോട്ടോണും ഇങ്ങനെ ബോണ്ടായിട്ട് ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴിയാണ്. എന്നാൽ ഒരു മോളിക്യൂളിനുള്ളിൽ 2 ആറ്റംസ് തമ്മിൽ ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ അവർ ബോണ്ടായിട്ട് നിൽക്കുന്നത്
എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴിയാണ്. അത് രണ്ടുമാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രണ്ടിൻ്റെയും ഡിഫറൻസ് ഇങ്ങനെ ഒന്ന് 2 MeV ആണ്, ഒന്ന് 2 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The difference between these figures does not, however, reflect the ratio between the strengths of the nuclear and electrostatic force, since the distance between the two particles in the first case is 10⁻⁻15 meters and the second case approximately 10⁻⁻10 meters. അപ്പോൾ ഇതിൽ ന്യൂക്ലിയർ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തമ്മിലുള്ള ആ ഒരു റേഷ്യോ, അതിൻ്റെ ആ സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോ ആണ് ഈ ഒരു രണ്ടിനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എനർജിയുടെ ഡിഫറൻസിന് കാരണം. അതിൽ പ്രധാനപ്പെട്ടിട്ടും കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള, അതായത് ആദ്യത്തെ കേസിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ന്യൂട്രോണിൻ്റെയും കേസ് പറഞ്ഞപ്പോൾ അവിടെ ആ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് 10⁻⁻15 മീറ്റേഴ്സാണ്. അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ ആ ഒരു ഇതാണ് പറയുന്നത് 10⁻⁻15 മീറ്റേഴ്സ് എന്നുള്ളത്. ആ ഒരു ഡിസ്റ്റൻസ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലല്ലേ നടക്കുന്നുള്ളൂ. മറ്റത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ രണ്ട് ആറ്റംസ് തമ്മിലാണ്. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റേഴ്സാണ്. അടുത്ത കേസ് നോക്കൂ. 2 adjacent protons cannot form a stable structure. എന്തായിരിക്കും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് രണ്ട് പ്രോട്ടോൺസ് വന്നു കഴിഞ്ഞാൽ സ്റ്റേബിൾ സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഇതുകൊണ്ട് നമുക്ക് ഇവർക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ, അവർക്കിടയിലുള്ള സ്ട്രോങ് ഫോഴ്സിനേക്കാളും, അതായത് അവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ള സ്ട്രോങ് ഫോഴ്സിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളത് അവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷനാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ അവർ തമ്മിൽ അടുത്ത് വരുമ്പോൾ ഒരു സ്റ്റേബിൾ സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ വേറെ കാര്യമുണ്ട്. നമ്മൾ ഫെർമിയോൺസിനെ കുറിച്ചിട്ട് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ 2 പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫെർമിയോൺസ് ആണ്. ഫെർമിയോൺസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് പ്രോട്ടോൺസ്. അപ്പോൾ ഈ ഫെർമിയോൺസിൻ്റെ കാര്യം നമ്മൾ പഠിച്ചപ്പോൾ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളീസ് പ്രിൻസിപ്പിൾ ദസ് applies here and the two particles must have opposite spins. We have already mentioned that the nuclear force between protons with opposite spins is relatively weak. അതാണ് കാര്യം. എന്നുവെച്ചാൽ ഇവർ ഫെർമിയോൺസ് ആണ്. ഈ 2 പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ഫെർമിയോൺസ് ആണ്. അപ്പോൾ ഈ ഫെർമിയോൺസിന് പോളീസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരടുത്തടുത്ത് വരിക പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കും. ഓപ്പോസിറ്റ് സ്പിന്നിലുള്ള 2 പ്രോട്ടോൺസ് തമ്മിൽ റിലേറ്റീവ്ലി വീക്കായിരിക്കും അവരുടെ ന്യൂക്ലിയർ ഫോഴ്സ്. അവർക്കിടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി വീക്കായിരിക്കും. ഓപ്പോസിറ്റ്ലി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സ്പിന്നുള്ള 2 പ്രോട്ടോൺസിൻ്റെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി വീക്കായിരിക്കും. അതുകൊണ്ടും കൂടിയാണ് അവർക്ക് ഇങ്ങനൊരു സ്റ്റേബിൾ സ്ട്രക്ചർ, അഡ്ജസൻറ്റ് പ്രോട്ടോൺസിന് സ്റ്റേബിൾ സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടിട്ടുള്ള എക്സാമ്പിൾസൊക്കെ എന്താ പറഞ്ഞത്? നമുക്ക് കാണിച്ചു തരുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഈ വേരിയസ് ആയിട്ടുള്ള ഫോഴ്സസ്, അതായത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഈ ഫോഴ്സസിനെ കമ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നാണ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്താണ്? ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്, വിച്ച് ഈസ് എ മെഷർ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സസ്. ഫോഴ്സസിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഒരു മെഷറായിട്ട് നമ്മൾ എടുക്കുന്നതാണ്, ഒരു മെഷർമെൻ്റായിട്ട് എടുക്കുന്നതാണ് നമ്മൾ കപ്ലിംഗ് കോൺസ്റ്റൻറ്റിനെ. ഈ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോഴ്സസിൻ്റെ സ്ട്രെങ്ത്ത് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ ദീസ് കോൺസ്റ്റൻറ്റ്സ് ആർ ഇവാലുവേറ്റഡ് ഫ്രം ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഇൻട്രാക്ഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു 4 ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻസ് ആണ് നമുക്ക് പറഞ്ഞത്. ആ ഇൻട്രാക്ഷൻസിൻ്റെ ക്രോസ് സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കപ്ലിംഗ് കോൺസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇൻട്രാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. കപ്ലിംഗ് കോൺസ്റ്റൻറ്റിനെ.
പിന്നെ ഈ ഒരു പ്രോബബിലിറ്റി ഇൻട്രാക്ഷൻ, അതായത് ഈ ഒരു കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് നമുക്ക് വേറെ ഈ ഒരു ഇൻട്രാക്ഷൻ്റെ പ്രോബബിലിറ്റി എത്രത്തോളം ഈ ഒരു ഇൻട്രാക്ഷൻ നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ദ ലാർജർ വാല്യൂ ഫോർ ദ ക്രോസ് സെക്ഷൻ മീൻസ് ദ ലാർജ് പ്രോബബിലിറ്റി ഫോർ എൻ ഇൻട്രാക്ഷൻ. അതായത് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്നുള്ളത് ഒരു ലാർജ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് ക്രോസ് സെക്ഷൻ എന്നാണ്, ഇൻട്രാക്ഷൻ്റെ ക്രോസ് സെക്ഷൻ എന്നാണ് നമ്മൾ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഒരു ലാർജ് വാല്യൂ ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻട്രാക്ഷൻ നടക്കാനുള്ള സാധ്യതയും വളരെ വലുതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈ ക്രോസ് സെക്ഷൻ മെഷർ ചെയ്യുന്നത് ഏരിയ മെഷർ ചെയ്യുന്ന പോലെയാണ്. യൂണിറ്റ്സ് ഓഫ് ഏരിയ. ദ ക്രോസ് സെക്ഷൻ ഈസ് മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് ഏരിയ. പിന്നെ ദ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്സ് മേ ഓൾസോ ബി ഡിറൈവ്ഡ് ഫ്രം ദ ആവറേജ് ലൈഫ് ടൈം ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഡീക്കേസ് സ്പോണ്ടേനിയസ്ലി ഡ്യൂ ടു സർട്ടേൺ ഇൻട്രാക്ഷൻ. ഇത് വേറൊരു രീതിയിൽ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പം ഒരു സ്പോണ്ടേനിയസ് ഡീക്കേ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് വിചാരിക്കാം. ഒരു സർട്ടേൺ ഇൻട്രാക്ഷൻ്റെ കാരണം കൊണ്ട്, ഒരു സർട്ടേൺ ഇൻട്രാക്ഷൻ വഴി ഒരു പാർട്ടിക്കിൾ സ്പോണ്ടേനിയസ്ലി ഡീക്കേ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആവറേജ് ലൈഫ് ടൈം എടുത്തു കഴിഞ്ഞാലും നമുക്ക് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് കിട്ടും. ഇങ്ങനത്തെ കേസിൽ ഈ ഒരു ഡീക്കേ, ഇത്തരത്തിൽ സ്പോണ്ടേനിയസ് ഡീക്കേ നടക്കുന്ന ഒരു കേസിൽ നമുക്ക് അവിടുത്തെ ഈ ഒരു കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇങ്ങനെ ആവറേജ് ലൈഫ് ടൈം എടുത്തിട്ട്. ബാക്കി കേസസിലെല്ലാം ഇൻട്രാക്ഷൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഡെസ്പൈറ്റ് ദെയർ നെയിം, പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്നാണ് പേര്. പക്ഷേ പേര് പോലെ അതൊരു കോൺസ്റ്റൻ്റ് ഒന്നല്ല എല്ലാ ടൈമിലും. നോട്ട് ഓൾ ദാറ്റ് കോൺസ്റ്റൻറ്റ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഡെസ്പൈറ്റ് ദെയർ നെയിം, കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ആർ നോട്ട് ഓൾ ദാറ്റ് കോൺസ്റ്റൻറ്റ്. The coupling constants vary from one interaction to another, but on the average, the ratios between the strength of the strong, electromagnetic, weak and gravitational forces were found to be 1:10⁻², 2:10⁻13:10⁻39. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്, ഓരോ ഇൻട്രാക്ഷൻസും അനുസരിച്ചിട്ടും ഈ ഒരു കപ്ലിംഗ് കോൺസ്റ്റൻസ് വാരി ചെയ്യും. എന്നാൽ പോലും അത് നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് ആയിട്ട് നമ്മളതിൻ്റെ റേഷ്യോ അവരുടെ ഇടയിലുള്ള റേഷ്യോസ് നമ്മൾ എടുക്കുന്ന സമയത്ത്, സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. സ്ട്രോങ്, അത് ഇലക്ട്രോമാഗ്നറ്റിക്, വീക്ക് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇവർ തമ്മിലുള്ള റേഷ്യോ 1:10⁻², 10⁻13, 10⁻39. ഇത് വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റാം? ദ സ്ട്രോങ് ഫോഴ്സ് ഈസ് 100 times stronger than the electromagnetic force. എന്ന് വെച്ചാൽ ഇങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. 1:10⁻², 10⁻13, 10⁻39. ഇതിൽ ഇങ്ങനെയാണ് ഈ ഒരു നമ്മുടെ സ്ട്രോങ് ഫോഴ്സും അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും തമ്മിൽ നോക്കുമ്പോൾ സ്ട്രോങ് ഫോഴ്സ് ഈസ് 100 times stronger than the electromagnetic force എന്നാണ്. അതുപോലെ അടുത്തത് എന്താ പറയുന്നത്, 10⁻30 times സ്ട്രോങ്ങർ ആണ്. സ്ട്രോങ് ഫോഴ്സ് ഈസ് 10⁻13 times stronger than weak force. അതുപോലെ 10⁻39 times സ്ട്രോങ്ങർ ആണ് സ്ട്രോങ് ഫോഴ്സ് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻39 times. ഇത്രയാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വയ്ക്കുന്നു. ഒന്നുകൂടെ പറയാം. സ്ട്രോങ് ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും തമ്മിൽ നോക്കുമ്പോൾ സ്ട്രോങ് ഫോഴ്സിനേക്കാളും 10⁻², അതായത് 100 times സ്ട്രോങ്ങർ ആണ് സ്ട്രോങ് ഫോഴ്സ്. അടുത്തതാരാ നോക്കുന്നത്? സ്ട്രോങ് ഫോഴ്സും അതുപോലെ വീക്ക് ഫോഴ്സും കൂടെ നോക്കുന്ന സമയത്ത് 10⁻13 times സ്ട്രോങ്ങർ ആണ് ഈ സ്ട്രോങ് ഫോഴ്സ് വീക്ക് ഫോഴ്സിനേക്കാളും. അതുപോലെ
അടുത്തത് നോക്കുന്നത് സ്ട്രോങ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലാണ്. അപ്പോൾ സ്ട്രോങ് ഫോഴ്സ് 10⁻39 ടൈംസ് ഗ്രേറ്റർ ആണ്, സ്ട്രെങ്ത്തിൽ ഗ്രേറ്റർ ആണ് ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് റേഷ്യോ കാണുമ്പോൾ മനസ്സിലാവുക. പക്ഷേ കപ്ലിംഗ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്നുള്ളത് ഈ നാലെണ്ണത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അവരുടെ സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ആവറേജ് ഈ ഒരു റേഞ്ചിലാണ് റേഷ്യോ വരിക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വഴി കമ്പയർ ചെയ്ത് നോക്കാം ഈ കാര്യങ്ങൾ. കപ്ലിംഗ് കോൺസ്റ്റൻറ്റും അതിൻ്റെ ഓരോ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ വഴി അനലൈസ് ചെയ്യാം. അതിന് നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ ബീറ്റ ഡി കെ ആണ്.